ഫ്രണ്ട്സ്, നമ്മൾ ഈ യുദ്ധവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഇപ്പം ഇങ്ങനെ പലരും പറയാറുണ്ട് നമ്മളെ ഒരു 2 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെട്രോളിനും ഡീസലിനൊക്കെ വില കൂടിക്കഴിയുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെയാണല്ലോ വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ് നമുക്ക് കരിയും പലവ്യഞ്ജനവും കാര്യങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാവും, പട്ടിണിയായി പോകും അങ്ങനെയൊക്കെ. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും വിഷയമുള്ള കാര്യമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പശ്ചിമഘട്ട മലനിരകളുടെ താഴെ അതിനോടനുബന്ധിച്ച് താമസിക്കുന്ന മനുഷ്യർ എന്നുള്ള രീതിക്ക് നമ്മളെയൊന്നും ഇത് ബാധിക്കാൻ പോകുന്നില്ല. എന്താ വെച്ചാൽ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ വാഴ, നല്ല കൊല, 1 കൊല 2 കൊല, പിന്നെ ചേമ്പ് വേണ്ട, ഇഞ്ചി, പിന്നെ ഇത് വേണ്ട, ഇതൊക്കെ എന്താന്ന് പോലും എനിക്കറിയാൻ മേല. പിന്നെ ഇത് കണ്ടില്ലേ, പെട്ടെന്നൊരു തോരൻ വെക്കണം തോന്നി അതാ പയറുണ്ട്. പിന്നെ ഇത് വേണ്ട, ഇത് നിറച്ച് മധുരക്കിഴങ്ങാണ്, ചുമ്മാ കുത്തിക്കളച്ചെങ്കിലും തിന്നോണ്ടിരിക്കുക. പിന്നെ ഇത് വേണ്ട, വെണ്ടയ്ക്കയുണ്ട്, മുളകുണ്ട്, അത് വേണ്ട, കോവലുണ്ട്, പിന്നെ തേങ്ങയുണ്ട്, മാങ്ങയുണ്ട്, ചക്കയുണ്ട്. ഇത് ഒരു ചക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ചക്ക വരും. ഒരു ചക്ക കൊയ്തിട്ടാൽ ഒരു 5-6 ദിവസം മിനിമം നിന്ന് തിന്നാം. പിന്നെ ചക്കക്കറി, ചക്കക്കൂന, അതങ്ങനെ കുറേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെയൊന്നും ഈ കൊക്കമീച്ചി കാണിച്ച് ആരും പേടിക്കണ്ട, അല്ല പേടിപ്പിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചങ്കൂറ്റുണ്ടാ ജീവിക്കാൻ. ഇതൊന്നും ഇല്ലാണ്ട് എനർജി, ലോക്ക്ഡൗൺ, വാറ്, മറ്റേത് മറിച്ചത് ആരാണ് അറിയേണ്ട പറമ്പില് കുറുന്തോട്ടി ഉറക്കാൻ കേട്ടിട്ടാ പറി പോയി പണിക്ക് വെച്ചിട്ടാ പാട്ടി ചങ്കൂറ്റുണ്ടാ.